കർത്താവിന് മഹത്വം. Praise the Lord. മന്യരായ സഹോദരി സഹോദരന്മാർ, യോഗത്തിന് ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്തൃദാസി, നിങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയ കർത്തൃദാസൻ വിനോദ് ചാരുദാസ്, നിങ്ങളെ എല്ലാവരെയും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഓർപ്പിച്ചതുപോലെ 24-ാമത്തെ നമ്മുടെ മെഡിറ്റേഷനാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്നതാണ് നമ്മുടെ വിഷയം. നമ്മളെ ലൂക്കോസിന്റെ സുവിശേഷത്തെയാണ് കേന്ദ്രീകരിച്ച് ഈ ഭാഗം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരെക്കുറിച്ചും ദൈവത്തിന്റെ ഹിതം കർത്താവിനെ അനുഗമിക്കണം എന്നുള്ളതാണ്. അത് നമുക്കറിയാം. അനുഗമനം എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തിൽ സുവിശേഷങ്ങളിൽ അവിടുത്തെ ജീവിത ശൈലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതും കർത്താവ് പഠിപ്പിച്ച പാഠങ്ങളെയും മനസ്സിലാക്കി ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന അനുഭവമാണ് അനുഗമനം എന്ന വാക്കുകൊണ്ട് അർത്ഥം. കർത്താവ് ശിഷ്യത്വത്തെ കുറിച്ച് പഠിപ്പിച്ച ധാരാളം പാഠങ്ങളുണ്ട്. അത് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഈ പഠന പരമ്പരയിലെ 2-ാമത്തെ ഭാഗമായിട്ട് നമുക്കത് ചിന്തിക്കാം. എന്നാൽ ഇപ്പോൾ നമ്മൾ അവിടുത്തെ ജീവിത ശൈലിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 5-ാം അധ്യായം 6-ാം അധ്യായം ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് കുറച്ചുകൂടെ ടോപ്പിക്കലായിട്ട് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എങ്ങനെ, അവരോടുള്ള കർത്താവിന്റെ മനോഭാവം നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചു. അതൊക്കെ വളരെ അധികം പഠിക്കേണ്ട പാഠങ്ങളാണ്. എന്നാൽ ഒരു സൂചന നമ്മൾ ഒന്ന് നോക്കുകയുണ്ടായി. അതിനുശേഷം ലൂക്കോസിന്റെ സുവിശേഷത്തെ ആസ്പദമാക്കി കർത്താവ് ഔട്ട്കാസ്റ്റുകളായി, സമൂഹത്തിൽ ഒറ്റപ്പെട്ട, സമൂഹത്തിൽ തള്ളപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ എഴുതപ്പെട്ട കർത്താവിന്റെ മനോഭാവത്തെയും നമ്മൾ അല്പമായി ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് സഹോദരിമാരോടുള്ള ബന്ധത്തിൽ അവിടുത്തെ മനോഭാവം എന്ന കാര്യമാണ്. ഇന്ന് നമുക്ക് ചിലപ്പോൾ അത് എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അന്നത്തെ പശ്ചാത്തലം കൂടെ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് അവിടുന്ന് എത്ര റാഡിക്കലായിട്ടുള്ള സ്റ്റെപ്പുകളാണ് എടുത്തത് എന്ന് നമ്മൾക്ക് ബോധ്യമാകുന്നത്. അത് മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ സഹോദരിമാരോടുള്ള മനോഭാവത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയ ശേഷം ആ കാലഘട്ടത്തിലെ സ്കോളേഴ്സ്, റിലീജിയസ് സ്കോളേഴ്സിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ മനോഭാവം, അതുപോലെ സാമ്പത്തിക കാര്യങ്ങളോടുള്ള കർത്താവിന്റെ മനോഭാവം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ചിന്തിക്കണമെന്ന് എൻ്റെ ഉള്ളത്തിൽ ആഗ്രഹം. എന്തിനാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്? യേശുവിനെ പോലെ ആകുക, യേശുവിന്റെ അനുയായി ആകുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രസംഗത്തിൽ പറയുന്ന ഒരു വാക്കായിട്ട് നമ്മൾ ചിന്തിക്കാതെ എന്തിലാണ് ഈ അനുഗമിക്കേണ്ടത്, അവിടുന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത്, ജീവിച്ച് കാണിച്ചത്, അവിടുത്തെ മാതൃക എന്താണെന്നുള്ളത് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലായി ആത്മാവിന്റെ ശക്തിയോടെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാനാണ്. സുവിശേഷകർ കർത്താവിന്റെ മനോഭാവത്തെയും അവിടുത്തെ ജീവിത ശൈലി വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ്. പക്ഷെ ദൈവമക്കളാകുന്ന നിങ്ങൾക്ക് മത്തായി, മർക്കോസും യോഹന്നാനും ഇതേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കും ഒന്ന് പഠിക്കുവാനായിട്ട് കഴിയും. അത് നിങ്ങൾ ചെയ്യണം എന്ന കാര്യം ഞാൻ ദൈവസ്നേഹത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മളിത് ഈ നിലയിൽ ചിന്തിക്കുന്നത് ഇതാണ്. ഓക്കെ, വി മസ്റ്റ് ഫോളോ ജീസസ്. I am a disciple of Jesus. You must be a disciple of Jesus. What is this all about? അപ്പം അത് നമ്മൾക്കൊരു ക്ലാരിറ്റി വരാൻ വേണ്ടിയാണ്
ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിലെ ഓരോ ഗ്രൂപ്പ് ആളുകളോടൊക്കെയുള്ള കർത്താവിന്റെ മനോഭാവം, അവിടുത്തെ ഇന്ററാക്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ടുവേർഡ്സ് വുമൻ, പ്രത്യേകിച്ച് ഇൻ ദ ഗോസ്പൽ ഓഫ് ലൂക്ക്, 4 സുവിശേഷങ്ങളിലും കർത്താവിന്റെ സഹോദരിമാരോടുള്ള ബന്ധത്തിലുള്ള മനോഭാവം നമ്മൾക്ക് കാണാൻ കഴിയും. അവിടെയെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ കർത്താവ് സ്ത്രീകൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്നു. അത് ഞാൻ ആവർത്തിച്ച് പറയാം. ആ കാലഘട്ടത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവിടുന്ന് എത്ര റാഡിക്കലായിട്ടാണ് അവിടുന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇങ്ങനെ കർത്താവ് ഹൈ വാല്യൂ സഹോദരിമാർക്ക് കൊടുക്കുമ്പോൾ തന്നെ അവിടുന്ന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായ പ്രവർത്തന മേഖലകളെ അവിടുന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഇത് നമ്മളും മനസ്സിലാക്കണം. അത് ഞാൻ അധികം ചർച്ചയ്ക്ക് ഇപ്പോൾ എടുക്കുന്നില്ല. സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ സാദൃശ്യത്തിലും ആണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. സാദൃശ്യത്തിലും സ്വരൂപത്തിലും. പുരുഷനെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്, സ്ത്രീയെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. പക്ഷേ 2 പേർക്കും വ്യത്യസ്ത റോളുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കൂട്ടിക്കുഴയ്ക്കരുത്. കാരണം ഈ കാലഘട്ടത്തില് അത് ഞാൻ ഇങ്ങനെ ഒരു സൂചനയായിട്ട് പറഞ്ഞില്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരിക്കും സഹോദരിമാർക്ക് കൊടുത്ത ആ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള റോളിനെ പലപ്പോഴും മറന്നിട്ടാണ് ഇന്നത്തെ ബഹുഭൂരിപക്ഷം സമൂഹവും പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ആ ഭാഗത്തേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. അവിടുന്ന് സഹോദരിമാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്, എങ്ങനെയാണ് അവരെ കരുതിയത് എന്ന ആ ഒരു കാര്യത്തിൽ മാത്രം നിൽക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ തന്നെ ദൈവമക്കളോട് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ സഹോദരിമാരുടെ വ്യത്യസ്തമായ റോളിനെ കർത്താവ് തിരിച്ചറിഞ്ഞു എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ 4 സുവിശേഷങ്ങളിലും ഈ വിഷയം സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ നമ്മൾ ലൂക്കോസിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ 2 പുസ്തകത്തിലും, ലൂക്കിലും ആക്സിലും, ധാരാളം കാര്യങ്ങൾ സഹോദരിമാരെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും സ്ത്രീകളെ കുറിച്ചുള്ള വ്യക്തമായ ക്രിസ്ത്യൻ വീക്ഷണങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഈ എഴുത്തുകൾ, ദ ഗോസ്പൽ ഓഫ് ലൂക്ക് ആൻഡ് ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ഈ 2 പുസ്തകത്തിനും കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ക്രിസ്ത്യൻ വ്യൂ ഓഫ് വുമൻ? ലൂക്ക് തന്റെ എഴുത്തുകളിൽ ഇത് വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ഒരു കൂടുതൽ അറ്റൻഷൻ ലൂക്ക് എന്ന എഴുത്തുകാരൻ മറ്റ് സുവിശേഷകരെക്കാൾ സഹോദരിമാരോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് വുമന് കൊടുക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ സഹോദരിമാരുടെ പങ്കിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു വാക്ക് ആ കാലഘട്ടത്തെ കുറിച്ചുകൂടെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തില് സഹോദരിമാരെ പുരുഷന്മാർക്ക് തുല്യമായി പരിഗണിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്രീക്ക്, റോമൻ, അതുപോലെ യഹൂദന്മാരുടെ ആ സംസ്കാരത്തിലും കേവലം വസ്തുക്കളെ പോലെയാണ് പലപ്പോഴും സഹോദരിമാരെ അവർ പരിഗണിച്ചത്. അല്ലാതെ ഒരു ബഹുമാന
ബഹുമാനത്തോടുകൂടിയ ഒരു കാഴ്ചപ്പാടല്ലായിരുന്നു അന്ന്. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് കർത്താവിന്റെ മനോഭാവവും അവിടുന്ന് ശുശ്രൂഷയിൽ അവിടുന്ന് അവരോട് പെരുമാറിയ ആ ചട്ടമൊക്കെ നമ്മൾ കാണുമ്പോൾ എത്രമാത്രം സമൂഹത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് കർത്താവ് എത്ര വ്യത്യസ്തനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരിമാര് ആ കാലഘട്ടത്തിൽ സ്വന്തമായി അവരുടെ പേരിൽ വസ്തുവകകൾ അവർക്ക് സ്വീകരിക്കുവാനോ അവർക്ക് ആ നിലയിൽ ഓൺ ചെയ്യാനോ പാടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അവഗണിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ കോടതിയിൽ ചെന്നാൽ സഹോദരിമാർക്ക് ടെസ്റ്റിഫൈ ചെയ്യാൻ തക്കവണ്ണം കഴിയാത്ത ഒരു കാലഘട്ടം. ഇതുപോലെ തന്നെ സഹോദരിമാരുടെ ഒരു ആശയം പരിഗണിക്കാത്ത ഒരു കാലഘട്ടം. അത്രമാത്രം സഹോദരിമാരെ ഒതുക്കിയ ഒരു സംസ്കാരമായിരുന്നു ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു സാംസ്കാരിക ഒരു ഇവന്റിൽ സഹോദരിമാരുടെ സാന്നിധ്യത്തെ പോലും എടുത്തു പറയാത്ത ഒരു കാലഘട്ടം. അവിടെയാണ് സുവിശേഷങ്ങളിൽ സഹോദരിമാരുടെ സാന്നിധ്യവും കർത്താവ് അവരുടെ എത്ര ബഹുമാനത്തോടു കൂടിയാണ് അവരോട് സംസാരിച്ചത്. ഞാൻ ചില വേദഭാവമൊക്കെ നിങ്ങളെ കാണിക്കുമ്പോൾ എത്ര കെയറിംഗ് ആയിട്ടും കൺസേണോടുകൂടിയാണ് സഹോദരിമാരെ കർത്താവ് പരിഗണിച്ചത് എന്നത് നമ്മുടെ ആ ക്രിസ്ത്യൻ വ്യൂ, നമ്മളുടെ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ് കാലം, എന്നാലും ഒരുപാട് പേരുടെയൊക്കെ ഉള്ളിൽ അവിടെയോ ഇവിടെയോ ഒക്കെ സഹോദരിമാരെ പുരുഷന്മാർക്ക് തുല്യമായി കാണാൻ കഴിയാത്ത ഒരു ചിന്ത ഉണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്റെയും സഹോദരിയുടെയും റോളുകൾ ഡിസ്റ്റിങ്റ്റീവ് ആണ്, അതിന് യാതൊരു സംശയമില്ല. അതിലേക്ക് നമ്മളിപ്പോൾ നമ്മുടെ ചർച്ച വഴിതിരിക്കുന്നില്ല. എന്നാൽ സഹോദരിമാരെ റെസ്പെക്ട് ചെയ്യുകയും അവരെ പരിഗണിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അത് ഈ പഠനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് ബഹുഭൂരിപക്ഷം ആളുകൾ എന്നെ കേൾക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പോലും റാഡിക്കൽ ചേഞ്ച്, ബിബ്ലിക്കൽ ചേഞ്ച് ആവശ്യമാണ് എന്ന കാര്യമാണ് എനിക്ക് പറയുവാൻ ഉള്ളത്. അപ്പൊ യേശു കർത്താവിന്റെ ആ ജീവിതവും ശുശ്രൂഷയും നമ്മൾ ശ്രദ്ധിച്ചാൽ, he was never influenced by the culture of that time. അത് തന്നെ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കണം. നോട്ട് ജസ്റ്റ് ഇൻ റിലേഷൻ ടു വുമൻ, എല്ലാ നിലയിലും നമ്മളതൊന്ന് ചിന്തിക്കണം. പിതാവിന്റെ ഇഷ്ടം അത് സംസ്കാരം ഇതാണോ അതാണോ, ഇറ്റ് ഡിഡ്ന്റ് വറി ജീസസ്. വളരെ റാഡിക്കലായിരുന്നു കർത്താവ് എന്ന ആ കാര്യം തന്നെ നമ്മളെ ഏവരെയും ചാലഞ്ച് ചെയ്യണം. ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ സഹോദരിമാരോട് ഉള്ള ബന്ധത്തിൽ വെച്ചു പുലർത്തിയിരുന്ന വിധികളെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തകർത്തുവെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹി ജസ്റ്റ് ഷാറ്റർഡ് ദാറ്റ്. അവിടുത്തെ അവരോടുള്ള ഇന്ററാക്ഷനിലും ശുശ്രൂഷയിലും ഒക്കെ നമുക്കത് കാണാൻ കഴിയും. സ്ത്രീകളുടെ പദവി അഭൂതപൂർവമായി ഉയരങ്ങളിലേക്ക് കർത്താവ് ഉയർത്തി. അവിടുത്തെ എല്ലാ ഇന്ററാക്ഷനുകളിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സഹോദരിയുമായിട്ടുള്ള അവർ എല്ലാ ഇടപാടുകളിലും അവരോട് മാന്യതയോടും അനുകമ്പയോടും ആദരവോടും കൂടിയാണ് പെരുമാറിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മുടെ ഇടയിൽ ഇപ്പൊ എനിക്ക് കാണത്തക്ക നിലയിൽ പുരുഷന്മാരൊക്കെ വളരെ കുറവാണെങ്കിലും ഇത് എല്ലാവരും കേൾക്കണം, മനസ്സിലാക്കണം. നമ്മുടെ ആശയങ്ങൾ ബിബ്ലിക്കലായി
നമ്മുടെ മൈൻഡിൽ രൂപപ്പെടുത്തി എടുക്കണം എന്നതാണ് എൻ്റെ പ്രാർത്ഥന. നമ്മളിത് പഠിക്കണം. പഠിക്കാനായിട്ട് ഞാനിത് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ നമ്മുടെ മെഡിറ്റേഷനിലാണ് ആരോ അൺമ്യൂട്ട് ചെയ്തിരിക്കുക. നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ മെഡിറ്റേഷനിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഊഹിക്കാത്ത, ചിന്തിക്കാത്ത ഒരു ഭാഗത്തിലേക്കാണ് കർത്താവ് നമ്മളെ നയിക്കുന്നത്. വേർഡ് ബൈ വേർഡ്, വേഴ്സ് ബൈ വേഴ്സ് സ്റ്റഡിയിലൂടെ നമ്മൾ ഏകദേശം 5-ാം അധ്യായത്തിൽ വന്നപ്പോഴാണ് ഈ വഴിത്തിരിവ്. കാരണം ഇനി 6-ാം അധ്യായം മുതൽ ശിഷ്യത്വ പാഠങ്ങളാണ്. അപ്പൊ അത് ഒരു സെക്കൻഡ് വോളിയമായിട്ട്, നാണയത്തിന്റെ മറുഭാഗമായിട്ട് നമുക്ക് ചിന്തിക്കണം. ജീസസിന്റെ ആ ജീവിത ശൈലിയോടുള്ള ബന്ധത്തിൽ ഇതുപോലെ ടോപ്പിക്കലായി ഒന്ന് ബ്രാഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഒരു ലീഡിങ് തന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. അപ്പൊ ഒരുമിച്ച് നമുക്ക് ഈ വിഷയം നമ്മൾക്ക് ഒന്ന് പഠിക്കണം. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തിൽ, ആ ശുശ്രൂഷയിലുമൊക്കെ പുരുഷന്മാരെ പോലെ തന്നെ സഹോദരിമാരെയും വാല്യുബിളായി, അവർ തുല്യമായ മൂല്യമുള്ളവരായിട്ടാണ് കർത്താവ് പരിഗണിക്കുന്നത്. ഇതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്ത്രീകളോടുള്ള തുല്യ പരിഗണന ഇത് 4 സുവിശേഷങ്ങളിലുമുണ്ട്. എന്നാൽ നാം ലൂക്കിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതിൽ 1-ാമത്തെ വിഷയം, കർത്താവ് സഹോദരിമാരെ സംബോധന ചെയ്യുമ്പോൾ, സംബോധന ചെയ്തു എന്ന് തന്നെ, സംബോധന ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഡയറക്റ്റായിട്ട് അവരെ പബ്ലിക്കിൽ സംബോധന ചെയ്യുന്നു. അത് ആ കാലഘട്ടത്തിൽ ഇത്ര ഒരു ഓർഡിനറി കാര്യമല്ല. പ്രത്യേകിച്ച് ഒരു റബി സഹോദരിമാരോട് പബ്ലിക്കലി സംസാരിക്കുക. ഇപ്പൊ ഇന്ന് നമ്മളത് കേൾക്കുമ്പോൾ വാട്ട്സ് ദ ബിഗ് ഡീൽ, എല്ലാവരും ഇന്ന് പബ്ലിക്കായിട്ട് സഹോദരിമാരോട് സംസാരിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ, അന്നത്തെ കാലഘട്ടം കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ജീസസിന്റെ ഈ സ്റ്റെപ്പ് എത്ര റാഡിക്കൽ ആയിരുന്നു എന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ അധ്യായം മുതൽ തന്നെ സഹോദരിമാരുടെ പങ്ക് നമുക്ക് കാണാൻ കഴിയും. അതെന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നില്ല. എലിസബത്ത്, മേരിയുടെ കസിൻ, അതുപോലെ കർത്താവിന്റെ അമ്മയാകുന്ന മറിയം, അതുപോലെ അന്ന എന്ന് പറയുന്ന പ്രവാചകി, 2-ാം അധ്യായത്തിലൊക്കെ അവരുടെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് ഇപ്പൊ തൽക്കാലം ഞാൻ പോകുന്നില്ല. കർത്താവ് ഇന്ററാക്ട് ചെയ്യുന്ന ആ വേദഭാഗങ്ങളിലേക്കാണ് ഞാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു പോകാൻ താല്പര്യപ്പെടുന്നത്. 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് നൈനിലെ വിധവയോട് കർത്താവ് പരസ്യമായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. പരസ്യവേദിയിൽ പുരുഷാരവും കൂടെ ഉണ്ട്. നമുക്ക് ആ ചരിത്രം അറിയാം. അവരുടെ മകൻ മരിച്ചുപോയിരുന്നു. ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള വിധവയായ ഒരു സഹോദരിയാണ്. പരസ്യ സ്ഥലത്ത് കർത്താവ് വളരെ കൺസേൺഡ് ആകുകയും ആ വിഷയത്തിൽ ഒരു പരിഹാരം, നമുക്കറിയാം, മരിച്ച അവരുടെ മകൻ അത്ഭുതകരമായിട്ട് ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ജീസസ് പരസ്യമായിട്ട് അവരോട് സംസാരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എത്ര കെയറിങ് ആയിട്ടാണ്, കമ്പാഷനേറ്റ് ആയിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്, ഞാൻ പിന്നീട് അത് സൂചിപ്പിച്ചോളാം. 8-ാം അധ്യായം 48-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് പരസ്യമായിട്ട് സംസാരിക്കുന്ന മറ്റൊരു സഹോദരി, രക്തസ്രവക്കാരത്തെ സ്ത്രീ, അവളോട് മകളെ, അപ്പൊ അത് പിന്നീട് ഞാൻ പിന്നെ സൂചിപ്പിക്കാം.
ആ വിളി വളരെ പ്രധാനമാണ്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ പരസ്യവേദികളിൽ സഹോദരിമാരോട് ഈ നിലയിൽ ഇന്ററാക്ഷൻ ഇല്ലാഞ്ഞ കാലഘട്ടത്തിൽ ജീസസിന്റെ ആ കൺസേൺ ആൻഡ് കെയർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രക്തസ്രവക്കാരത്തി സ്ത്രീക്ക് ആ കാലഘട്ടത്തിൽ ആ നിലയിൽ അവർക്ക് ഇങ്ങനെ ഒരു പരസ്യവേദിയിൽ വന്ന് അവൾ ആക്ച്വലി കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലയിലൊക്കെ തൊടുന്നു. അതുപോലും സോഷ്യലായിട്ടുള്ള അവരുടെ നിയമപരിധിയൊക്കെ ലംഘിച്ച് അവൾ ചെയ്യുകയാണ്. അവളെ കർത്താവ് ശാസിക്കാതെ സ്നേഹത്തോടെ ഇടപെടുന്നതായിട്ടാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. 11-ാം അധ്യായത്തിൽ 27-28 വാക്യങ്ങളിൽ നോയിക്ക് പുരുഷാരത്തിൽ നിന്ന് ഒരു സഹോദരി പറഞ്ഞത്. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ, കൂനിയായ ഒരു സ്ത്രീ, കർത്താവ് ശബത്തിൽ ചെന്ന് അവരുടെ സിനഗോഗിൽ കയറി അവരെ വിടുവിക്കുകയാണ്. എല്ലാവരും കണ്ടു. അത് പലരും അപ്രീഷിയേറ്റ് ചെയ്തില്ല. സിനഗോഗിന്റെ നേതൃത്വത്തിലുള്ളവരൊന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും കർത്താവ് നോക്കുകയും യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. ഞാൻ ആ വാക്കിനൊക്കെ ഒരുപാട് മീനിങ് ആണ്. കെയർ, കൺസേൺ. അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരിമാരും, the Lord Jesus loves you, cares for you, he is compassionate. അല്ലാതെ തട്ടുകൾ വ്യത്യാസമില്ല. Both man and woman are created in the image and likeness of God. ആ നിലയിൽ പുരുഷനെയും സ്ത്രീയെയും തുല്യമായി ദൈവം സ്നേഹിക്കുന്നു. തുല്യമായി. അല്ലാതെ സഹോദരിമാർ രണ്ടാം കടയല്ല. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഉള്ളിലേക്ക് അത് എടുക്കണം. അപ്പോൾ തന്നെ ഐ ആം ക്വിക്ക് ടു ടെൽ യു, റോൾസ് ആർ ഡിഫറെന്റ്. ആ റോള് സഹോദരിമാരിൽ പലരും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ടുകളൊക്കെ പലയിടത്തും ഉണ്ടാകുന്നത്. നമ്മുടെ റോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ അനുഗ്രഹമായിരിക്കും. യു ക്യാൻ ഫുൾഫിൽ ദ മിനിസ്ട്രി ഫോർ വിച്ച് ഗോഡ് ഹാസ് കോൾഡ് യു. അല്ലാതെ അതിര് കടന്നു പോകേണ്ട ഒന്നും കാര്യം ഇല്ല. ഇതുപോലെ തന്നെ ലൂക്കോസ് 23-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈസ് ഓൺ ദ വേ ടു ദ ക്രോസ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഗ്രൂപ്പ് സഹോദരിമാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീൻ എന്നും പറഞ്ഞ് തുടങ്ങും. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്, കർത്താവ് വളരെ റെഗുലറായി അവിടുത്തെ ശുശ്രൂഷയിൽ
പരസ്യവേദികളിൽ സഹോദരിമാരുമായി ഇന്ററാക്ട് ചെയ്യാൻ ഒരു മടിയും കാണിച്ചില്ല. അത് ആ കാലഘട്ടത്തിൽ ഇറ്റ് വാസ് വെരി അൺയൂഷ്വൽ. ഇന്ന് നമുക്ക് ആ കാലഘട്ടത്തിലെ ചിത്രം നമ്മുടെ മനസ്സിലില്ലെങ്കിൽ ഇതൊരു വലിയ വിഷയമായിട്ട് ഒരു പക്ഷെങ്കിൽ തോന്നുകയില്ല. കാരണം നമ്മൾ ചർച്ച ചെല്ലുന്നു അല്ലെങ്കിൽ പരസ്യവേദികൾ ഇന്ററാക്ട് ചെയ്യുന്നതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. പക്ഷേ സമൂഹത്തിൽ അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ അല്ലാഞ്ഞ കാലഘട്ടത്തിലാണ് കർത്താവ് ഈ ഒരു മാതൃക നമ്മളെ കാണിക്കുന്നത്. രണ്ടാമത്, ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിലും എടുത്തു പറയാം, ഈ ഇന്ററാക്ഷനുകളിൽ കർത്താവ് പരസ്യ സ്ഥലത്ത് അവരോട് സംസാരിച്ചു. ആ സംസാരം ശ്രദ്ധിച്ചാൽ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് കർത്താവ് സംസാരിച്ചത്. അല്ലാതെ സ്ത്രീ രണ്ടാം കിടയാണ് അങ്ങനെയുള്ളൊരു മട്ടിലല്ല. വെരി കെയറിങ്, വളരെ തോട്ട്ഫുൾ ആയിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്. ലൂക്കോസ് 8:48 നമ്മൾ ഓൾറെഡി കണ്ടതാണ്. മകളെ, ഡോട്ടർ, ആ രക്തസ്രവക്കാരത്തി സ്ത്രീയെ വിളിക്കുകയാണ്. ഇതുപോലെ 13-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ആ കൂനിയായ സ്ത്രീയെ വിളിക്കുന്നുണ്ട്, അബ്രഹാമിന്റെ മകളായ, അബ്രഹാമിന്റെ മകളെന്ന്. അപ്പൊ യഹൂദ സഹോദരിമാരെ, ഡോട്ടേഴ്സ് ഓഫ് എബ്രഹാം. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന പ്രയോഗത്തില് പുരുഷന്മാരുമായി ആത്മീക തലത്തിൽ തുല്യമായിട്ടുള്ള ഒരു പദവി കർത്താവ് കൊടുക്കുന്ന പ്രയോഗമാണത്. സ്തോത്രം. അപ്പൊ പരസ്യ സ്ഥലത്ത് ഇന്ററാക്ട് ചെയ്തു. അതിനകത്തെ ആ വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. ഹൗ ജീസസ് respectfully spoke with the woman. മൂന്നാമത്, സ്ത്രീകളെ ശുശ്രൂഷിക്കുന്നതിലൂടെ യേശു സ്ത്രീകൾക്ക് നൽകിയ ഉയർന്ന മൂല്യം നമുക്ക് പ്രകടമായി കാണുവാൻ കഴിയും. സ്ത്രീകളെ ശുശ്രൂഷിക്കുക എന്ന് പറയുമ്പോൾ സൗഖ്യമാക്കിയിട്ടുണ്ട്. ചില സ്ത്രീകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കരുതൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതെന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? സമൂഹത്തിൽ സഹോദരിമാരെ ദൈവം പരിഗണിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ വളരെ വളരെ വ്യത്യസ്തമായി, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം വലിയ വലിയ വിഷയങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സഹോദരിമാരെ പ്രത്യേക നിലയിൽ സംരക്ഷിക്കുന്ന ഒരുപാട് നിയമവശങ്ങളൊക്കെ ഇപ്പോൾ ആയിപ്പോയി. എന്നാൽ ഹൃദയത്തിൽ നിന്നൊരു മാറ്റം വന്ന് ദൈവം സഹോദരിമാരെയും പ്രത്യേക നിലയിൽ പുരുഷന്മാരെ പോലെ തന്നെ പരിഗണിക്കുന്നു. അവരും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവരെക്കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ക്രിസ്തുവിന്റെ മാതൃകയിൽ യേശു അവരോട് എങ്ങനെയാണ് പെരുമാറിയത്? ഇപ്പോൾ മിനിസ്റ്റർ ചെയ്യുമ്പോൾ യേശു എങ്ങനെയാണ് മിനിസ്റ്റർ ചെയ്തത് എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുവാനായി ദൈവകരങ്ങളിൽ നമ്മൾക്ക് ഏൽപ്പിക്കണം. കർത്താവ് സൗഖ്യമാക്കി, കർത്താവ് അവരുമായിട്ട് സംസാരിച്ചു. കർത്താവിന്റെ കരുതൽ അവരോടുള്ള ഇന്ററാക്ഷനിൽ കർത്താവ് പ്രകടമാക്കി. ലൂക്കോസ് 4:38-39 വാക്യത്തിൽ സിനഗോഗിലെ ശുശ്രൂഷകൾക്ക് ശേഷം പത്രോസിന്റെ വീട്ടിൽ കർത്താവ് എത്തുമ്പോൾ പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് കഠിന ദീനമായിരുന്നു. അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ശീമോന്റെ വീട്ടിൽ ചെന്നു. ശീമോന്റെ അമ്മായിയമ്മ കഠിന ജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞ് നോക്കി, ജ്വരത്തെ ശാസിച്ചു. അതവളെ വിട്ടുമാറി.
അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. ഓക്കെ, ശുശ്രൂഷിക്കാൻ തക്കവണ്ണം കഴിയാതെ കിടന്ന സ്ഥിതിയിൽ നിന്ന് കർത്താവ് നേരിട്ട് ആ വിഷയത്തിൽ ഇടപെട്ട് സൗഖ്യമാക്കി. ആൻഡ് ഷി ഗെറ്റ്സ് അപ്പ് മിറാക്കുലസ്ലി ആൻഡ് സെർവ്സ് ഹിം. ഇത് കർത്താവ് ചെയ്യുന്ന, കർത്താവിന്റെ കമ്പാഷനിൽ കർത്താവ് ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ ഞാൻ 9 വിധവയുടെ കാര്യം 7-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ 13-ാം വാക്യം നോക്കി, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട്. യേശുവിന്റെ ശുശ്രൂഷയിൽ കർത്താവ് സഹോദരിമാരെ പരിഗണിച്ച് അവിടുന്ന് ശുശ്രൂഷിക്കുന്നത്. ഇതവരുടെ മകൻ മരിച്ചുപോയി. The Lord had compassion on. എന്നിട്ട് കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, കരയണ്ട, കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടവളായി വിധവയായ സഹോദരി ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞവളായി നിൽക്കുന്ന സമയത്താണ് കർത്താവ് കണ്ടുമുട്ടി അവളെ ധൈര്യപ്പെടുത്തു മാത്രമല്ല, അത്ഭുതകരമായി കർത്താവ് വിഷയത്തിൽ ഇടപെടുകയാണ്. ഇതുപോലെ തന്നെ 13-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ 18 സംവത്സരമായി ബന്ധിക്കപ്പെട്ട സഹോദരി, അതിന് 11-ാം വാക്യം നിങ്ങൾ നോക്കി, അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 12-ാം വാക്യത്തിൽ യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു. ഞാനത് അടിവരയിട്ട് നേരത്തെ സൂചിപ്പിച്ചാണ്. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. എന്നിട്ട് 16-ാം വാക്യത്തിലാണ് അവളെ വിളിക്കുന്നത് ഡോട്ടർ ഓഫ് ഏബ്രഹാം. ഇപ്പൊ കർത്താവ് ഹീൽ ചെയ്യുമ്പോഴും സംസാരിക്കുക, ആ പേഴ്സണൽ ടച്ച്, അല്ലാതെ രണ്ടാം കിടയായിട്ടല്ല കർത്താവ് ആരെയും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്ത്രീകളോടുള്ള കർത്താവിന്റെ മനോഭാവം, സ്ത്രീകളുടെ സ്റ്റാറ്റസ് സമൂഹത്തിൽ വളരെ ഉയർത്തുകയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. മറ്റ് പല മതങ്ങളിലും അങ്ങനെയല്ല. എടുത്ത് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കുക. എല്ലാ മതങ്ങളിലും ഇങ്ങനെയല്ല. ക്രിസ്ത്യാനിറ്റിയിൽ സഹോദരിമാരെ അവഗണിക്കുന്നില്ല. സമൂഹത്തിൽ അവർ വിലയേറിയവരാണ്. കർത്താവിന്റെ ഇന്ററാക്ഷൻസിലും കർത്താവിന്റെ സംസാരത്തിലും വളരെ പ്രകടമായി തന്നെ പുരുഷനോട് തുല്യമായിട്ടാണ് കർത്താവ് ഇടപെടുന്നതായിട്ട് എനിക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നത്. ഇതുപോലെ 8-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ വാസ്തവത്തിൽ 2 കഥകൾ അത് ഇന്റർവോവനായിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാം, രക്തസ്രവക്കാരത്തി ആ സ്ത്രീയുടെ കാര്യമാണ്. അവരുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അവരെയും മകളെ എന്ന് വിളിക്കുകയാണ്. അതിനുശേഷം 8-ാം അധ്യായത്തിന്റെ 49 മുതലുള്ള വാക്യത്തിൽ യായിറോസിന്റെ 12 വയസ്സുള്ള മകൾ മരിച്ചുപോയിരുന്നു. ആ വീട്ടിൽ ചെന്ന് ആ മകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അപ്പൊ ലൂക്കോസ് ഹൈലൈറ്റ് ചെയ്യുന്ന കണ്ടോ? അത് തന്നെ നമ്മളുടെ കാഴ്ചപ്പാടിനെ മാറ്റണം. ലൂക്ക് എന്ന എഴുത്തുകാരൻ നമ്മൾ ശ്രദ്ധിച്ചാല് ഒരുപാട് കാര്യങ്ങൾ സഹോദരിമാരുള്ള ബന്ധത്തിലുള്ളത് സൂചനകൾ തന്നിട്ടുണ്ട്. നമ്മൾ ആ ലൂക്കോസിന്റെ സുവിശേഷം മാത്രമാണ് പരിഗണിക്കുന്നത്. ജോണിലൊക്കെ കർത്താവ് പബ്ലിക് പ്ലേസിൽ സമാരിറ്റൻ വുമണിനോടും, അതുപോലെ 8-ാം അധ്യായത്തിൽ നേരിട്ട് അഡൾട്ടറിയിൽ പിടിച്ച സഹോദരിയോരൊക്കെ പരസ്യ വേദികളിൽ സംസാരിക്കുന്നൊക്കെ നമ്മുടെ മൈൻഡിൽ വരണം. സ്തോത്രം! എന്തൊരു റാഡിക്കലായിരുന്നു കർത്താവ്! അന്നത്തെ സമൂഹം വെച്ചു പുലർത്തിയിരുന്ന ആ ബൗണ്ടറികളെ എല്ലാം കർത്താവ് മാറ്റുകയാണ്. ദിസ് ഈസ് ദ ഫാദേഴ്സ് വിൽ.
ദിസ് ഇസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ്. ഡിസ്റ്റിങ്ക്റ്റ്, അത് വ്യത്യസ്തമാണ്. പക്ഷേ ദൈവത്തിന്റെ മുൻപാകെ രണ്ടുപേരും തുല്യരാണ്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഫിസിക്കലായിട്ടുള്ള നീഡുകളാണ് ഞാൻ ഇവിടെ കേന്ദ്രീകരിച്ച് പറഞ്ഞത്. സഹോദരിമാരുടെ ആത്മീകമാകുന്ന ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെട്ടത് ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. 7-ാം അധ്യായത്തിന്റെ 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സഹോദരി വന്ന് കർത്താവിന്റെ കാൽപാദത്തിൽ നിന്ന് കരഞ്ഞ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. ശീമോൻ എന്ന് പറയുന്ന ഒരു ഫരീസേന്റെ വീട്ടിൽ കർത്താവ് ഇരിക്കുകയാണ്. അയാൾ അന്തം വിട്ടുപോയി. ക്ഷണിക്കപ്പെടാത്ത ഈ സഹോദരി കടന്നു വന്നിരിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് എ സിൻഫുൾ വുമൻ. ആ സഹോദരി കർത്താവിനെ സ്പർശിക്കുന്നു. കർത്താവ് അവളെ ശാസിക്കുന്നു ഒന്നുമില്ല. അപ്പൊ അവൾക്ക് ആത്മീകമാകുന്ന ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് അവൾ കടന്നു വന്ന് കരയുന്നത്. ഇൻഫാക്ട് പാപം ക്ഷമിക്കപ്പെട്ട അവള് ആ നന്ദി സൂചകമായി അവളുടെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഇതാണ് കർത്താവ് ശീമോനോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെ കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സഹോദരിമാരെ ഇൻവോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് പല നിലകളിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, കർത്താവ് പറയുന്ന ചില ഉപമകളിൽ സഹോദരിമാരെ ഇൻവോൾവ് ചെയ്ത് ആ ഇലസ്ട്രേഷൻസ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ? 15-ാം അധ്യായത്തിൽ ബ്രഹ്മ നഷ്ടപ്പെട്ട ഒരു സഹോദരി കണ്ടോ? ഒരു സഹോദരിയാണ് അല്ലെ? 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ, സാരഫാത്തിലെ വിധവയുടെ കാര്യം കർത്താവ് എടുത്ത് ഒരു ഇലസ്ട്രേഷൻ ആയിട്ട് പറയുന്നു. അതിനുശേഷം കുഷ്ഠരോഗിയായ നാമാന്റെ വിടുതലിന്റെ കാര്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാമാനെ അങ്ങോട്ട് നയിച്ചത് ഒരു മെയ്ഡാണ്. അവർ പിടിച്ചുകൊണ്ട് പോയ ഒരു യഹൂദ പെൺകുട്ടിയാണ്. ലൂക്കോസ് 15-ൽ ഒരു സഹോദരിയുണ്ട്. ഇതുപോലെ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു അപ്പൊ ഇലസ്ട്രേഷൻസിലൂടെ ജീസസ് സഹോദരിമാരുടെ കാര്യം പറഞ്ഞാണ് കാര്യങ്ങൾ പലയിടത്തും മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടുത്തെ ശുശ്രൂഷയുടെ ഭാഗമായി വളരെ ഡിഗ്നിഫൈഡായി സഹോദരിമാരുടെ ഇലസ്ട്രേഷൻസ് കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേദശാസ്ത്രം, ദൈവരാജ്യത്തിന്റെ വിഷയങ്ങൾ സഹോദരിമാരെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എവിടെയെങ്കിലും നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? 10-ാം അധ്യായത്തിൽ മാർത്ത, മേരി, ലാസറസ്, അതിൽ മേരി കർത്താവിന്റെ കാൽപാദത്തിൽ ഇരുന്ന് പഠിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഷോക്കിംഗ്. അന്നത്തെ കൾച്ചറിൽ അത് ഷോക്കിംഗ് ആണ്. പുരുഷന്മാര് കർത്താവിന് ഡിസൈപ്പിൾസ് ആയിട്ടുണ്ടായിരുന്നു, സഹോദരിമാരും ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു. ഇൻഫാക്ട് മാർത്ത ഒരു കംപ്ലൈന്റ് റൈസ് ചെയ്യുമ്പോൾ കർത്താവ് അവളെ തിരുത്തുന്നതായിട്ടാണ് കാണുന്നത് അല്ലേ? സ്തോത്രം. ഇവിടെ എല്ലാം ആ വുമൻ എത്ര ഡിഗ്നിഫൈഡ് ആയിട്ടാണ് വേദപുസ്തകം ചിത്രീകരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം,
ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് അല്പം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നതും നല്ലതാണ്. എന്നാൽ പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത്, അവിടുത്തെ ശുശ്രൂഷയിൽ സഹോദരിമാർക്ക് ശക്തമായ ഒരു റോൾ ഉണ്ടായിരുന്നു. അത് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഈവൻ ടുഡേ ഇറ്റ് ഈസ് റാഡിക്കൽ. കർത്താവിന്റെ ടീമിന്റെ കൂടെ there were ladies, women. ചിലര് വളരെ റിച്ച് ആയിരുന്നു, അവര് സാമ്പത്തികമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. എത്ര ഉന്നതമായ കാഴ്ചപ്പാടാണ് പ്രിയരെ, അല്ലേ? സ്തോത്രം. അപ്പൊ നമ്മുടെ ഈ പഠനത്തിൽ ഒരു വലിയ റാഡിക്കൽ ചേഞ്ച് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇങ്ങനെ ഒരു ബഹുമാനവും സഹോദരിമാരോടുള്ള കാഴ്ചപ്പാട് നമ്മൾ മാറുമ്പോൾ, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, ക്രിസ്തീയ മനോഭാവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരല്ലേ? ആ കുടുംബത്തിൽ തന്നെ സഹോദരിമാരോടുള്ള കാഴ്ചപ്പാടുകൾ മാറിയാൽ എത്ര അനുഗ്രഹമാണ്. സമൂഹത്തിൽ, സഭയിൽ to value our sisters just as much as we value the brothers. ഒരു വലിയ ഡീപ്പ് ഒരു ഡൈനാമിക് സ്റ്റെപ്പാണ് എന്ന് ഞാന് നിങ്ങളുടെ മുൻപിൽ ആ കാര്യങ്ങൾ വയ്ക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലാണ് മേരി ഇരുന്ന് പഠിക്കുന്ന ആ കാര്യങ്ങളൊക്കെ. ഞാൻ ആ റെഫറൻസ് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ലൂക്കോസ് 8-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് വുമൻ ഫിനാൻഷ്യലി കർത്താവിന്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൽ 3 സഹോദരിമാരുടെ പേര് ഒക്കെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മേരി മാഗ്ഡാലിൻ, ജോയാന, സൂസന്ന ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ജോയാനെ കുറിച്ചൊക്കെ അവിടെ എടുത്തു പറയുന്നുണ്ട്. ഷി വാസ് എ വെരി റിച്ച് വുമൻ. ആ ടീമില് അത് ഇന്ന് പോലും അതൊരു റാഡിക്കൽ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ സഹോദരിമാരെ കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ചുരുക്കമാണ്, ഉണ്ട്, എന്നാൽ ചുരുക്കമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കൾച്ചറിൽ റബ്ബിമാർ സഹോദരിമാരെ ശിഷ്യന്മാരായി പരിഗണിച്ചിരുന്നില്ല. They will not accept. ആ കൾച്ചറിലാണ് കർത്താവ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൻ ടു ട്രാവൽ വിത്ത് ഹിം ആൻഡ് ഹിസ് ഡിസൈപ്പിൾ കർത്താവ് അത് അനുവദിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. സ്തോത്രം. അതുപോലെ അന്നത്തെ കാലത്ത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു സഹോദരിയെ മുന്നോട്ട് വിളിക്കുന്നു, അവരെ തൊട്ട് സൗഖ്യമാക്കി. അയ്യോ, അന്നത്തെ കാലഘട്ടത്തിൽ സഹോദരിമാരെ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ആ നിലയിൽ പറ്റില്ല. ജീസസ് അവരെ ഹീൽ ചെയ്യാൻ ടച്ച് ചെയ്യുന്നു. എന്നിട്ട് അവരിൽ ചിലർ കർത്താവിനെ തൊടാൻ അലവ് ചെയ്യുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ റാഡിക്കലാണ്. ഈവൻ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പറയാം. ചേഞ്ച്, സാമ്പത്തികമായിട്ട് ചേഞ്ചുകൾ ഇങ്ങനെ ഒരു സഹോദരിയോട് കൊടുക്കുക, അല്ലെ സഹോദരിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ടാണ്. കാരണം ഫിസിക്കലി തൊടുമോ എന്നുള്ള ഭയത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ ചേഞ്ച് പോലും കൊടുക്കുന്നത്. അങ്ങനെയുള്ള സമൂഹം വാച്ച് ചെയ്യുമ്പോഴാണ് ജീസസ് ഈ റാഡിക്കൽ സ്റ്റെപ്പുകൾ എടുത്ത്
സഹോദരിമാരുടെ ആ സ്റ്റേറ്റസ് കർത്താവ് എലവേറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് മൈ പോയിന്റ്. സ്തോത്രം. അപ്പം നമ്മളിത് കർത്താവിനെ അനുഗമിക്കുക എന്ന ചിന്തയിൽ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിൽ, നമ്മുടെ എല്ലാവരുടെയും ചിന്തകൾ, ഐ ഡോണ്ട് നോ. ബട്ട് ദിസ് ഇസ് ദ ബിബ്ലിക്കൽ വ്യൂ പോയിന്റ്. ദിസ് ഇസ് ദ ബിബ്ലിക്കൽ വ്യൂ പോയിന്റ്. അല്ലാതെ ലെസർ സിറ്റിസൺ എന്ന നിലയിലല്ല നമ്മൾ കാണേണ്ടത്. യേശുവിന് ഔട്ട്കാസ്റ്റുകളുമായിട്ടുള്ള, പാപികളുമായിട്ടുള്ള മനോഭാവം നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ കർത്താവ് ജെൻഡറിന്റെ കാര്യത്തിൽ ഒരു ജെൻഡർ ലോ ആണ്, അങ്ങനെ ഒരു ധാരണക്കാരനല്ലായിരുന്നു. ജീസസിന്റെ ഇന്ററാക്ഷനിലും മിനിസ്ട്രിയിലും അങ്ങനെ അല്ല നമ്മൾ കാണുന്നത്. കർത്താവ് വളരെ അവരെ പരിഗണിച്ചും കെയർ ചെയ്തും ഒക്കെയാണ് അവിടുന്ന് ശുശ്രൂഷിച്ചതും ഇന്ററാക്ട് ചെയ്തതും എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ലൂക്കോസ് 21:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഒരു വിധവ 2 കാശിടുന്നു. ധാരാളം പണക്കാർ വന്നൊക്കെ അവിടെ അവരുടെ കാശുമൊക്കെ ഇടുന്ന സമയത്ത് ഈ വിധവയെ കർത്താവ് കണ്ടു, അവളെ മെൻഷൻ ചെയ്യുകയാണ്. നെഗ്ലിജന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്കത് തോന്നും. അവൾ ഇട്ടതൊക്കെ ഒരു സാരമില്ല എന്ന് തോന്നുമെങ്കിലും കർത്താവ് എത്ര കരുതലോടുകൂടിയാണ്. എന്നിട്ട് അവളെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് കർത്താവ് പറയുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങളോട് പ്രത്യേകം ഒന്ന് റിസർച്ച് ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഐ ഡോണ്ട് നോ വെദർ നിങ്ങൾ ഇങ്ങനെ സഹോദരിമാരെ കേന്ദ്രീകരിച്ച് കർത്താവിന്റെ ശുശ്രൂഷയിലെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മള് ലൂക്കോസിൽ മാത്രം പരിമിതപ്പെടുത്തി നിൽക്കുകയാണ്. ഇത് മേരി മാഗ്ഡാലിനാണ് ജീസസ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആദ്യം അപ്പിയർ ചെയ്യുന്നത്. എന്നിട്ട് ആ സഹോദരിയാണ് കർത്താവ് ശിഷ്യന്മാരോട് ഈ വലിയ വാർത്ത പറയാനായിട്ട് കമ്മീഷൻ ചെയ്ത് അയക്കുന്നത്. എത്ര വലിയ കാര്യമാണ് പ്രിയരെ. പത്രോസിനെ പോലെയുള്ള അനുഗ്രഹീതരായ നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടും it was God's plan to choose Mary Magdalene, and the Lord appeared to her and is commissioning her. നമുക്കതൊക്കെ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കാം, പക്ഷെ ഇത് ട്രൂത്താണ്. ദിസ് ഇസ് വാട്ട് ദ ബൈബിൾ സേസ്. അപ്പൊ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ഇവരുടെ സാക്ഷ്യം പോലും ഒരു കോടതിയിൽ വിലപ്പോകാതിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷ്യം വഹിക്കാൻ കർത്താവ് സഹോദരിമാരെ പരിഗണിച്ചു എന്ന കാര്യമാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ, ചർച്ചിന്റെ കാഴ്ചപ്പാട് മാറട്ടെ. എഗെയിൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അതിൻ്റെ നിലയിൽ വേണം എടുക്കാൻ. ഇതങ്ങ് ഇത് ബൗണ്ടറി ക്രോസ് ചെയ്ത് അപ്പം നമുക്ക് പാസ്റ്റർ ആകാമല്ലേ എന്നല്ല പറഞ്ഞത്. അതൊക്കെ ഞാനങ്ങ് പച്ചയ്ക്ക് പറയുക. അല്ലെങ്കിൽ ചിലരങ്ങ് അങ്ങ് ഓവർ എക്സൈറ്റഡ് ആയി. there is distinctive role എന്നുള്ളത് ആദ്യം മുതൽ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനൊരു വിഷയമുണ്ട്. എഴുതാപ്പുറം വായിച്ചു കളയും. അത് വലിയ അപകടമാണ് സോദരൻ. അപ്പോൾ തന്നെ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാകണം. പുരുഷനും സ്ത്രീക്കും ഒരേ പരിഗണനയാണ്. റോൾസ് ആർ ഡിഫറെന്റ്. കേൾക്കണം, റോൾസ് ഡിഫറെന്റ് ആയത് സ്ത്രീയുടെ നിലവാരം കുറഞ്ഞത് കൊണ്ടല്ല. അവള് സഹോദരിയല്ലേ, അതുകൊണ്ട് നോ 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 നോ
ഇന്റലക്ച്വലി ഒക്കെ ഒരേ രീതിയിലാണ്. നമ്മളെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് ഇരുവരെയും വീണ്ടെടുത്തിരിക്കുന്നത്, പുരുഷനെയും സ്ത്രീയെയും വീണ്ടെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ മക്കളാണ് പുരുഷനും സ്ത്രീയും, എല്ലാം തുല്യമാണ്. ദൈവത്തിന്റെ ഡിസൈനാണ് that the role is different and let's keep it that way. എങ്കിലേ നമ്മുടെ റോള് ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ ഒക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽമെന്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മള് ഇങ്ങനെയുള്ള കർത്താവിന്റെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എഴുതാപ്പുറം വായിച്ച് അതിര് കടന്നു പോയാൽ ഇംബാലൻസ് ഉണ്ടാകും എന്ന കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആകട്ടെ, കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഇതിനുള്ള ബന്ധത്തിൽ എനിക്ക് ഇഷ്ടമാണ് കിട്ടുന്നത്. അത് ഇപ്പോൾ പരസ്യമായിട്ട് ചിലപ്പം മേ ബി ഇറ്റ്സ് നോട്ട് റൈറ്റ്, മേ ബി സംഹൗ യു ക്യാൻ give your opinion about this. കാരണം ഇതൊരു റാഡിക്കൽ ക്ലാസ് പോലെ എനിക്ക് തോന്നി. I think this is personally to me, this is I think the first time കർത്താവ് എന്നെ ഈ നിലയിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് that I am going into this subject. Okay, may the Lord bless us together. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you.